അത് നിങ്ങൾ റെഗുലേറ്ററി കമ്മീഷൻ എടുത്ത് തന്നെ ചോദിക്കണം, എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. റെഗുലേറ്ററി കമ്മീഷൻ എടുത്ത് നിങ്ങൾ ചോദിക്കാൻ എന്താ അങ്ങനെ ഉണ്ടായി എന്നുള്ളത്. അതൊരു ജുഡീഷ്യറി ഹാഫ് ജുഡീഷ്യറി ബോഡിയല്ലേ. ഞങ്ങൾ പലതും സംസാരിച്ച് എല്ലാതും പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുകയല്ലേ. പക്ഷെ അവരുടെ കൂടി ഒരു പിടിപ്പുകേടിന്റെ ഭാഗമായിട്ടല്ലേ ജനങ്ങളത് അനുഭവിക്കുന്നത്. ഈ കേരളത്തിലല്ല എന്നൊരു ഫീലിംഗ് ഉണ്ട്. കാരണം റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ആകാശത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ലല്ലോ, കേരളത്തിലുള്ള ഒരു സ്ഥാപനം. 8-ാം തീയതി പെറ്റീഷൻ നിങ്ങൾ റെഗുലേറ്ററി കമ്മീഷനോട് ചോദിക്കുന്നതാണ് നല്ലത്. അല്ല, അതിനകത്ത് വകുപ്പിന്റെ മന്ത്രി എന്ന നിലയിൽ അത് ഞങ്ങളായ അഭിപ്രായം പറഞ്ഞ ശേഷമാണല്ലോ ഇപ്പോൾ ഇത് കിട്ടിയത്. ആ സമയത്ത് മിനിസ്റ്റർ ഈ കാര്യത്തിൽ അടിയന്തര സാഹചര്യം ബോധ്യപ്പെടുത്താനോ ഇടപെടലോ ആ ഘട്ടത്തിൽ മിനിസ്റ്റർ നടത്തിയിരുന്നൂടെയാണ്. അല്ല, അത് ബോർഡ് നമ്മുടെ അടുത്ത് നിർദ്ദേശം തന്നാലല്ലേ നമുക്ക് അതിൽ ഇടപെടാൻ പറ്റുള്ളൂ. ബോർഡ് എൻ്റെ അടുത്ത് നിർദ്ദേശം തന്നിട്ടില്ല. ഇല്ല. വൈകിട്ട് അവസാനം ഞങ്ങൾ ഇടപെട്ടിട്ടാണ് റെഗുലേറ്ററി കമ്മീഷൻ പെട്ടെന്ന് തീരുമാനമെടുത്തത്. ഇല്ല, ബോർഡ് അത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലിരുന്നതാണ് അവർ. അത് കിട്ടിയില്ല എന്നുള്ളതാകുന്നപ്പോഴല്ലേ നമ്മൾ 2024 ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗം ഉണ്ടായത്. അതിൽ കാര്യമായ വർധനവ് ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നാണ് പൊതുവെ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത്. അതിപ്പോൾ ലോഡ് താങ്ങാനുള്ള കപ്പാസിറ്റി ട്രാൻസ്ഫോമർക്ക് പറ്റിയില്ലാത്തതാണ് പ്രധാനപ്പെട്ട റീസണായിട്ട് അവർ കണ്ടത്. അങ്ങനെ ഒരു വസ്തുതയുണ്ടോ? ഇത് നിങ്ങളതൊന്ന് വായിച്ച് നോക്കിയാൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തം. അല്ലല്ല, അത് വേണ്ട. ഇതിൽ അങ്ങനെ അത് പറയാൻ പറ്റാത്ത അത്രയും ഉണ്ട്. ഓരോ സെക്ഷനിലും നമ്മൾ ചെയ്ത പ്രവൃത്തികൾ എന്താണ്, ട്രാൻസ്മിഷനിൽ എന്താണ്, ഈ ഉൽപ്പാദനത്തിൽ എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നുള്ളതിനെല്ലാം ട്രാൻസ്ഫോർമർ എത്രണ്ണം വാങ്ങിയിട്ടുണ്ട്, എത്രണ്ണം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ എല്ലാം കൃത്യമായ കണക്കുണ്ട്. അല്ല, ഈ ഓവറായിട്ട് ഉപയോഗം വരുമ്പോൾ ഡ്രിപ്പാകുകയാണ്, അത്രയേ ഉള്ളൂ. അത് 10 മിനിറ്റോ 5 മിനിറ്റോ അതായത് ലോക്കൽ ഓഫീസേഴ്സിന് അങ്ങനെയല്ല. ഡ്രിപ്പാകുന്നതിനും ലോഡ് ഷെഡിങ്ങിനും വ്യത്യാസമുണ്ട്. ഇല്ല, ഇപ്പം ഇല്ല. ഇല്ല, ഇനി സാഹചര്യം എങ്ങനെ വരുന്നു എന്നുള്ളത് അറിഞ്ഞിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പവർ ഇപ്പോൾ 250 മെഗാവാട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രശ്നം വരില്ല. ഇപ്പോൾ മഴ പെയ്തു, ഇന്നലെ മഴ പെയ്തപ്പോൾ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്നലെ രാത്രി ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഇപ്പോൾ ഇന്നും കാലാവസ്ഥ നമുക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. മഴ പെയ്യുന്നതാണ് പറയുന്നത്. അത് വന്നാൽ പിന്നെ പ്രശ്നമേ വരില്ല. കഴിഞ്ഞ ഒരാഴ്ചയോളം തിരുവനന്തപുരത്ത് മാത്രം, മലയോര മേഖലയിലൊക്കെ ഏകദേശം 1 മണിക്കൂറിലധികമാണ് രാത്രികാലങ്ങളിൽ വൈദ്യുതി ഇല്ലാത്തത്. 11 മണിക്കൂർ മുമ്പ് കഴിഞ്ഞാൽ 12 മണിക്ക് ശേഷമാണ്. അപ്പോൾ അതൊന്നും ലോഡ് ഷെഡിങ് ആണ്. കാറ്റും മഴയും വന്നാൽ മരം വീണാലും കുഴപ്പം വരുമല്ലോ. ഇല്ല. അതെന്താ വെച്ചാൽ ഓവർലോഡ് വരുമ്പോൾ ട്രിപ്പാകുകയാണ്. ആര് പറഞ്ഞ 2024 വെച്ച് എത്ര കൂടുതലുണ്ട്? ഒരു വിമർശനം വരുന്നത്, സാധാരണ നമ്മൾ വൈദ്യുതി പ്രതിസന്ധി വന്നാൽ അതിൻ്റെ ഒരു അവയർനെസ് നേരത്തെ തന്നെ KCB ആരംഭിക്കും. അതായത് വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ക്യാമ്പയിൻ നടത്തും. രാത്രികാലങ്ങളിൽ ഇത്ര സമയത്ത് ഈ സ്വിച്ച് പോലത്തെ ഉപകരണങ്ങൾ, രാത്രി അയൺ ബോക്സ് ഉപയോഗിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള അവയർനെസ് എല്ലാ കാലങ്ങളിലും KCB നടത്താറുണ്ട്. ഈ ഘട്ടത്തിൽ ഈ ലോഡ് ഷെഡിങ് എന്ന് പറയുന്ന പവർ ഫെയിലിയർ ആവുന്നത് വരെ ഒരു തരത്തിലുള്ള ഇങ്ങനെയുള്ള ക്യാമ്പയിനും KCBയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതിൽ വീഴ്ച വന്നിട്ടുണ്ടോ മിനിസ്റ്റർ? ഇല്ല, അതൊന്നും നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കാം. എനിക്ക് അതിൻ്റെ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇങ്ങനെയൊരു പെട്ടെന്ന് അവിചാരിതമായിട്ട് ഇങ്ങനെ വരുന്നുള്ളത് ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. ഇപ്പോൾ ഗൾഫ് യുദ്ധം വരുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചോ? നമ്മളിപ്പോൾ കൂടുതൽ വാങ്ങിയിട്ട് ആവശ്യം വന്നില്ലെങ്കിൽ നമ്മളത് നഷ്ടം വന്നാൽ നമുക്ക് ബോർഡിന് വലിയ നഷ്ടം വരില്ലേ സറണ്ടർ ചെയ്താൽ? അതൊക്കെ നോക്കിയിട്ട് വേണ്ടേ. അപ്പോൾ ഉഷ്ണതരംഗം ഇങ്ങനെ ഇത്രയും വരുന്നതോ എല്ലാം ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഈ ഒരു അപകട സാഹചര്യം
തീയതി കൊടുത്ത് കമ്മീഷന് കൊടുത്ത പെറ്റീഷനിലൂടെ വ്യക്തമാകുന്നുണ്ട്. ബോർഡ് ആ കാര്യം മുന്നിൽ കണ്ടു എന്നല്ലേ മനസ്സിലാക്കുന്നത്? അത് ഇപ്പോഴല്ലേ ഈ ഇത് അതിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഞാൻ പറയണത്. അത് കണ്ടപ്പോൾ അപ്പം തന്നെ പെറ്റീഷൻ കൊടുത്തല്ലോ. പക്ഷേ കമ്മീഷൻ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? അത് കമ്മീഷനോട് തന്നെ ചോദിക്കണം. ഇന്നത്തെ കൂടിക്കാഴ്ചയിലാകട്ടെ മിനിസ്റ്റർ തന്നെ പറഞ്ഞു അത് വ്യക്തി അത് പുറത്ത് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അതല്ല അത് ജുഡീഷ്യറി സ്വഭാവമുള്ള ഒരു കമ്മിറ്റിയാണ്. അത് അദ്ദേഹത്തിന് നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. അത് അദ്ദേഹത്തിനോട് തന്നെ നിങ്ങൾ ചോദിക്കുക. ജീവനക്കാരുടെ സംഘടനകൾ കഴിഞ്ഞ ദിവസം വലിയൊരു പ്രതിഷേധം നടത്തി റെഗുലേറ്ററി കമ്മീഷനെതിരെ. അവരുന്നയിക്കുന്ന കാര്യങ്ങൾ ഈ ഷോർട്ട് ടൈം ആയിട്ടുള്ള കരാറുകൾ, ലോങ് ടൈം കരാറുകൾ, ഇക്കാര്യങ്ങളിലൊക്കെ വലിയ അനാസ്ഥ, ഒപ്പം തന്നെ ഇങ്ങനെയുള്ള റിക്വസ്റ്റ് കൊടുത്താൽ തന്നെ അംഗീകരിക്കാത്ത അവസ്ഥ, അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധിക്ക് റെഗുലേറ്ററി കമ്മീഷന് വഴിവെക്കുന്നു എന്നാണ് അവരുടെ വിമർശനം. അതിപ്പോ ഈ പറഞ്ഞ നിങ്ങൾ റെഗുലേറ്ററി കമ്മീഷനോട് നിങ്ങൾ ചോദിക്കും. അല്ല മിസ്റ്റർ, അതിനകത്ത് ഞാൻ റെഗുലേറ്ററി കമ്മീഷനെ കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. ഈ ലോങ് ടൈം പർച്ചേസ് ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടോന്നാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. അത് പറയുന്നുണ്ടോ? അത് പെട്ടിട്ടുണ്ടല്ലോ. പെട്ടപ്പോൾ തന്നെ അല്ലേ നമ്മളത് അതിൽ ഇടപെടാൻ ശ്രമിച്ചത്. മിസ്റ്റർ, ഈ ആര്യാടന്റെ കാലത്തുള്ളത് ലോങ് ടൈം പർച്ചേസ് കരാർ എൽഡിഎഫിന്റെ കാലത്ത് റദ്ദാക്കിയല്ലോ. അതാണ് ഇതിന്റെ ഒരു പ്രതിസന്ധി പ്രധാനപ്പെട്ട. ആരാ റദ്ദാക്കിയത്? റദ്ദാക്കിയില്ല. ആരാ റദ്ദാക്കിയത്? ലോങ് ടൈം റദ്ദാക്കിയിട്ടില്ല ആര്യാടന്റെ കാലത്ത്. ആരാ റദ്ദാക്കിയത്? കമ്മീഷൻ ആയിക്കോട്ടെ, പക്ഷേ അത് അങ്ങനെ അതല്ല, അത് ആരാ റദ്ദാക്കിയത്? ഇതിന് പ്രതിസന്ധിക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം അതാണോ എന്നുള്ളത്? അതൊന്നും അല്ല കാരണം. അല്ലല്ല, അത് മാത്രമല്ല. അത് മാത്രമല്ല, അഭിമാന പ്രശ്നം ഇതിനകത്ത് ഉണ്ടോ? ഈ 11 മണിക്ക് കൃത്യമായി ട്രിപ്പ് ആവുകയും 11:30 ആകുമ്പോൾ ട്രിപ്പ് മാറുകയും ചെയ്യുന്ന തരത്തിൽ ഒരു അത് 11 ട്രിപ്പ് മാറുന്നത് എന്താ അറിയോ? ആ ആളുകളെ 4 AC ഉപയോഗിക്കുന്നത് 1 AC ഉപയോഗിക്കുക, ഇഞ്ചക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നത് കമ്മിയാക്കുക, ഗ്രൈൻഡർ ഓട്ടുന്നത്, വാഷിംഗ് മെഷീൻ ഓട്ടുന്നതൊക്കെ ഒന്ന് കമ്മിയാക്കുമ്പോൾ തനിയെ ട്രിപ്പ് അത് പോവും. അത് നിങ്ങൾ തന്നെ അറിയാലോ. നിങ്ങൾ 11 മണി കഴിഞ്ഞാൽ എത്ര ഇലക്ട്രിസിറ്റി ഉപയോഗം, ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്യില്ലേ? ഓഫ് ചെയ്യുമ്പോൾ അത് കമ്മിയായി വരില്ലേ? ഇരുണ്ട കാലത്തെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുള്ള LDF, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അത് തന്നെയല്ലേ ഇത്. എന്താ ഈ 10 കൊല്ലം അതൊന്നും നടന്നില്ലല്ലോ. അത് 10 കൊല്ലം നടന്നിട്ടില്ല, ഇപ്പൊ നടന്നു. കാലാവസ്ഥയെ ഈ ഗൾഫ് വരുന്ന ആരെങ്കിലും 10 കൊല്ലം കഴിഞ്ഞ് കണ്ടിട്ടുണ്ടോ? ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ 2016 മുതൽ 2023 വരെ 465 മെഗാവാട്ട് വൈദ്യുതി നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ അത് ഇല്ലാതായതുകൊണ്ട് പ്രതിസന്ധിക്ക് കാരണമായിട്ടില്ല. ഇല്ല, അതിനുശേഷം വാങ്ങിച്ചിട്ടുണ്ടല്ലോ നമ്മൾ പർച്ചേസ്. ഇപ്പോൾ വാങ്ങേണ്ട സാഹചര്യം വന്നില്ല. അല്ല, അതിന് മുമ്പ് തന്നെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ 70% പുറത്തു നിന്നല്ലേ വാങ്ങിക്കണം. 30% ഉൽപ്പാദനമുള്ളൂ. നിങ്ങൾ ഉൽപ്പാദനത്തിന് ഇവിടെ ഒരു ശ്രമം നടത്തിയപ്പോൾ ഹൈഡ്രോ പ്രോജക്റ്റ് 3000 TMC വെള്ളമുണ്ട്. 300 TMC വെള്ളമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പോൾ കാവേരിയിൽ 147 TMC ഉണ്ട്. നമ്മളെത്ര ഉപയോഗിക്കുന്നുണ്ട്? ആകെ 30 അനുവദിച്ചു ട്രൈബ്യൂണൽ. ആ 30 അനുവദിക്കാൻ അവിടെ ഒരു ഡാം കെട്ടാൻ പുറപ്പെട്ടാൽ അവിടെ ഒരാൾ ബാഗും തൂക്കി അവിടെ കാക്കയ്ക്ക് പറക്കാൻ വിഷമമുണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പിന്നാലെ നിൽക്കും. അത് വലിയ വാർത്തയാക്കി വരും. ആ പ്രോജക്റ്റ് നിൽക്കും. കുരിയാർകുറ്റി എല്ലാ പണിയും കഴിഞ്ഞ് ജനറേറ്റർ വരെ കൊണ്ടുവച്ച ശേഷം മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സം വരുന്നു പറഞ്ഞ ആ പ്രോജക്റ്റിനെ 2 പരിസ്ഥിതിവാദികൾ പറഞ്ഞു നിങ്ങളതിനെ വലിയ രീതിയിൽ ചർച്ചയാക്കി ആ പ്രോജക്റ്റ് നിർത്തേണ്ടി വന്നു. അതിരപ്പള്ളി നിർത്തി, പൂയംകുറ്റി നിർത്തി. ഇപ്പം മറ്റ് സ്റ്റേറ്റുകൾ അത് ഇടുക്കിയിൽ 35 പൈസയേ വരുള്ളൂ ഒരു യൂണിറ്റിന്. ഇപ്പോൾ പുറത്തുനിന്ന് മേടിക്കുന്നത് 15 ഉറുപ്പ്യ വരെ കൊടുത്ത് മേടിക്കുകയാണ്. അപ്പോൾ ഹൈഡ്രോ പ്രോജക്റ്റ് വരാൻ നമ്മൾ തന്നെ സമ്മതിക്കില്ല.